ഹേയ് ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഷർട്ടാണ് അപ്സൈക്കിൾ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു ഷർട്ടാണിത്. ഇതൊരു കോട്രായി ഷർട്ട് അങ്ങനെയാണ് പറയുക, അതായത് ഒരു വെൽവെറ്റ് ടെക്സ്ചർ വരുന്നത്. ആ ഷർട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ സൈഡിൽ കണ്ട ഫോട്ടോസ് ഇല്ലേ, അതുപോലെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാക്ക്ലെസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പ്, ഇതാണ് ഷർട്ട്. ഈ ഷർട്ട് വിയർ ചെയ്യാൻ ഭയങ്കര കംഫർട്ടാട്ടോ, ഭയങ്കര നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു കംഫർട്ട് ഫീലാട്ടോ. അതുകൊണ്ടാണ് ഈ ഷർട്ട് ഞാൻ ഒന്നാമത് കളയാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനതിൻ്റെ സ്ലീവ്സ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ താഴെയുള്ള കഫ് പോർഷൻ ഇല്ലേ, അതും റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം പ്രോസസ്സ് നമ്മൾ സെക്കൻഡ് സ്ലീവും ചെയ്യണം കേട്ടോ. അത് ഞാൻ കാണിച്ചില്ല എന്നുള്ളൂ. ഇനി നമ്മൾ ഈ ഷർട്ടിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഈ ഒരു ഫ്രണ്ട് ലെങ്ത് ഇല്ലേ, ഈ ലെങ്ത്ത് വരെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഞാനത് പ്രിൻസസ് കട്ട് ഷേപ്പിലാക്കിയാണ് വരച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഡാട്ടും കൂടെ ഇതുപോലെ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല, ഇതന്നെ സെയിം ഇങ്ങനെ വരുന്ന രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ഈ ഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഞാൻ ഈ പാറ്റേൺ വെച്ചിട്ടൊന്ന് നോക്കി നോക്കി. എൻ്റെ ആ ഒരു ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എന്നിട്ട് ബാക്ക് സൈഡും അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ ഒരു ലെങ്ത്താണ് എനിക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ലെങ്ത്ത് എടുത്തിട്ട് ആ ഒരു പോർഷനും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇവിടെ ലെങ്ത്ത് എടുക്കാൻ. പിന്നെ നമ്മളുടെ സെയിം ഒരു ഫിറ്റായിട്ടുള്ള ഷർട്ട് പറ്റില്ല കേട്ടോ. കുറച്ച് അത്യാവശ്യം ഒന്ന് ലൂസ് ഫിറ്റായിട്ട് വരുന്ന രീതിയിലുള്ള ഷർട്ട് വേണം, എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ലെങ്ത്തൊക്കെ അതിനനുസരിച്ച് കിട്ടുക. ഇപ്പം ഞാനിവിടെ ചെയ്ത് വെച്ചില്ലേ ഈ ഒരു ഫ്രണ്ട് പോർഷൻ, അതായത് ഷർട്ടിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നമുക്ക് വേണ്ട ഫ്രണ്ട് പോർഷൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ ഒരു പോർഷൻസ്, അതായത് ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ആ ഡാട്ട് ക്ലോസ് ചെയ്യാം. അപ്പം ഞാൻ പൊതുവേ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഒന്നും അങ്ങനെ കാണിക്കാറില്ല. ഇങ്ങനെ ഇവിടെ സ്റ്റിച്ച് ചെയ്യാന്നേ പറയാറുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കുമോ, എന്നാലല്ലേ മനസ്സിലാവാമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണിത്. ഇത് കണ്ടോ, ഞാൻ ഡാട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പ്രിൻസസ് കട്ട് ലൈനും വരച്ച് വെച്ചില്ല, ആ ഒരു പോർഷൻ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് സാധാരണ നമ്മൾ ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്യൂലേ, അങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിലും ചെയ്യാം. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മെറ്റീരിയൽ വേസ്റ്റ് ആവും. ഇങ്ങനെ ഡാട്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പണി സിമ്പിളാവും ചെയ്യും. അത്ര അധികം മെറ്റീരിയൽസ് അങ്ങനെ വേസ്റ്റായി പോവില്ല. ഇപ്പോൾ ഇത് കണ്ടോ, എനിക്ക് എന്തെങ്കിലും മെറ്റീരിയൽ വേസ്റ്റായോ? ഒട്ടും വേസ്റ്റായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷേപ്പും കിട്ടും. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ഞാൻ രണ്ടാമത്തെ സൈഡിലും ചെയ്യുന്നത്. അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് കണ്ടോ, ഇത് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാണ്. ഫ്രണ്ടിൻ്റെ 2 ഡാട്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടെ ആ ഒരു ഇങ്ങനെ ഷേപ്പ് വന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ബാക്ക് സൈഡിലെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാനിവിടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വെച്ച് നോക്കുകയാണ്. ഇത്ര ലെങ്ത്താണ്, എന്താ സംഭവം എന്നൊക്കെ, റെഡി ആയില്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഒന്ന് വെച്ച് നോക്കിയതാണ്. എന്നിട്ട് ഇതിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇലാസ്റ്റിക് വെക്കുകയാണ്. ഇങ്ങനെ ഇലാസ്റ്റിക് വെക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്കതിങ്ങനെ ടൈറ്റ് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫിറ്റിനനുസരിച്ച് ഇങ്ങനെ ടൈറ്റിൽ നിൽക്കും. ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ ഷർട്ടിൻ്റെ കഫ് പോർഷൻ, ആ കഫാണിത്. ഇത് ഒരു സ്ലീവിൻ്റെയാണ്. അപ്പോൾ നമ്മൾ 2 സ്ലീവിൻ്റെയും കൂടി എടുത്തിട്ട് ഒരു അഡ്ജസ്റ്റിങ് സ്ട്രാപ്പ് പോലെ ഫിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു സ്ലീവ് നമുക്ക് മറ്റേ സ്ലീവുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച ഈ ബാക്ക് സൈഡിൻ്റെ താഴെയായിട്ട് വേറൊരു സ്റ്റെപ്പ് പോലെ ഇത് കണ്ടോ, ഞാൻ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അവിടെ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡും. അപ്പോൾ ഇനി നമുക്കിത് ലൂസാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഈ ബട്ടൺ അവിടെ ഇട്ടിട്ടില്ലേ, ആ ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് പോലെ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഈ ബട്ടൺ കണക്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്കത് ടൈറ്റ് ആവും. ടൈറ്റ് ചെയ്യണമെങ്കിൽ ലൂസ് ചെയ്യണമെങ്കിലൊക്കെ സിമ്പിളാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ സ്ലീവ് ഓപ്പൺ ചെയ്ത് വെച്ചില്ലേ, ഈ 2 സ്ലീവും കൂടി നമ്മൾ ജോയിൻ ചെയ്യും. അതായത് ഇത് കണ്ടോ, ഇതുപോലെ ഈ 2 സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ബാക്ക് സൈഡിൽ കുറച്ച് തുണി കുറവല്ലേ വരുന്നത്, ലെങ്ത്ത് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്ലീവ് ഞാൻ ഇങ്ങനെ വരുന്ന രീതിയിൽ 2 സ്ലീവും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ചുരുക്കമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്ലെയർ തോന്നിക്കുന്ന വിധത്തിൽ ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ മുകളിലത്തെ പോർഷനും ഞാൻ ഇലാസ്റ്റിക് വെക്കുക ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ ഞാൻ നേരത്തെ
നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു ഫിറ്റിൽ അഡ്ജസ്റ്റ് ആയിട്ട് നിൽക്കും. കണ്ടോ, ഇവിടെയാണ് ഇലാസ്റ്റിക് വെക്കുക. സെൻറ്ററിലൂടെ നമ്മളത് ജോയിൻ ചെയ്യും. 2 സ്ലീവ് അല്ലേ, സോ ഒന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. എന്നിട്ട് മുകളിൽ നമ്മൾ ഇലാസ്റ്റിക് വെക്കും. തൊട്ട് മേലത്തെ പോർഷനിൽ നമ്മൾ ചെയ്തില്ല, സെയിം പ്രോസസ്സ്. ഇലാസ്റ്റിക് മടക്കി അതിൻ്റെ ഉള്ളിൽ വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഷർട്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നില്ലേ, അത് നമ്മൾ എന്ത് ചെയ്തു, ഫ്രണ്ടിൽ കണക്ട് ചെയ്തു. അപ്പോൾ അവിടെയും കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. എന്നിട്ട് രണ്ടിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് സെയിം ലെങ്ത്താക്കി കട്ട് ചെയ്തിട്ട് താഴെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ പണി കേട്ടോ. സിമ്പിൾ പ്രോസസ്സാണ്. കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹെവിയാണെന്നൊക്കെ തോന്നും, ബട്ട് അല്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ഇനി വരുന്നുണ്ടാവുക നെക്കിൻ്റെ പോർഷനും ആം ഹോളിൻ്റെ സൈഡും ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി ഫോൾഡ് ചെയ്യാനുണ്ടാവും. അതൊന്നും അങ്ങ് ചെറുതായിട്ടൊന്ന് അങ്ങ് മടക്കിയാൽ മതി. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? ഇപ്പോൾ കാണുമ്പോൾ അത് ബാക്കിൽ ടൈ ലൂസല്ലേ, ഞാൻ എക്സ്ട്രാ ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ടൈറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്? എന്താ കണ്ടാൽ ഷർട്ടാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അപ്സൈക്കിൾ ചെയ്തതിൽ എനിക്ക് സത്യം പറയട്ടെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു അപ്സൈക്ലിംഗ് ആണ് ഈ ഒരു ഷർട്ടിൻ്റെത് കേട്ടോ. എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൊണ്ടോ. നമുക്കിപ്പോൾ പുറത്തേക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാറ്റേൺ ആയില്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തു.